ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. അഹ്ലുസുന്നയുടെയും അഹ്ലുൽ ബിദ്അയുടെയും ചില ഉദാഹരണങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വരുന്നത്. ഇനി അഞ്ചാമത്തെ ഉപമ, അൽ മസലുൽ ഖാമിസ്. മിസ്ബാഹുൽ മുഅത്തിലി ഖദ് അസഫത് അലൈഹി അഹ്വിയത്തു തഅതീൽ ഫതുഫിഅ വമാ അനാർ. സിഫത്ത് നിഷേധിക്കുന്ന ആളുകളുടെ, തഅതീലിൻ്റെ ആളുകളുടെ വിളക്ക് ഖദ് അസഫത് അലൈഹി അഹ്വിയത്തു തഅതീൽ, നിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് അവരുടെ വിളക്കിൽ അടിച്ചു. ഫതുഫിഅ, അങ്ങനെ വിളക്ക് കെട്ടുപോയി. വമാ അനാറ, പ്രകാശം പരത്തിയില്ല. വമിസ്ബാഹുൽ മുശബ്ബിഹ്, തസ്ബീഹിൻ്റെയും തംസീലിൻ്റെയും ആളുകളുടെ വിളക്കാകട്ടെ ഖദ് ഗരിഖത് ഫതീലതുഹു ഫി അസ്കർ, ശരിക്കും ഫി അഖരി തസ്ബീഹ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നത്. അക്കർ എന്ന് പറഞ്ഞാൽ എണ്ണയുടെ മുകളിൽ കെട്ടിക്കിടക്കുന്ന പാട, അതാണെന്നാണ്. അപ്പോൾ അവരുടെ വിളക്കിൻ്റെ ഖദ് ഗരിഖത് ഫതീലതുഹു, ആ വിളക്കിൻ്റെ തിരി മുങ്ങിക്കിടക്കുകയാണ്. ഫി അക്കരി തഷ്ബീഹ്, തഷ്ബീഹിൻ്റെ പാടയിൽ. ഫലാ യുഖ്തബസു മിൻഹുൽ അൻവാർ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രകാശം പകർന്നെടുക്കാൻ സാധിക്കുകയില്ല. എണ്ണ കിട്ടി, എണ്ണ കൊണ്ട് കത്താൻ, അങ്ങനെ പ്രകാശം പരത്താൻ സാധിക്കാതെ നനഞ്ഞ തിരി പോലെ, അല്ലെങ്കിൽ എണ്ണ കയറാത്ത തിരി പോലെ പ്രകാശം പ്രദാനം ചെയ്യാത്ത ഒരവസ്ഥയിലാണ് അവരുടെയും വിളക്കുള്ളത്. എന്നാൽ മിസ്ബാഹുൽ മുവഹിദ്, അഹ്ലുസുന്നയുടെ വിളക്കാകട്ടെ, തൗഹീദിൻ്റെ ആളുകളുടെ വിളക്കാകട്ടെ, യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. തീ തട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും പ്രകാശം പൊഴിക്കുന്ന, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ സംബന്ധിച്ച് സൂറത്തു നൂറിൽ പറഞ്ഞ ആ ഉപമയാണ്. അതായത് ആ എണ്ണ തന്നെ പ്രകാശം പരത്തുന്ന പ്യുവർ തെളിഞ്ഞ സൈത്താണ്. അതിൽ നിന്ന് കത്തിക്കുന്ന ആ വിളക്ക്, അൽ മിസ്ബാഹു ഫി സുജാജ, അതേപോലെ തന്നെ ആ വിളക്കിൻ്റെ സ്ഫടികം, എല്ലാ നിലയിലും നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. അങ്ങനെ ശക്തമായ പ്രകാശം പൊഴിക്കുന്ന നന്മയുടെ കേദാരമാണ് തൗഹീദിൻ്റെ ആളുകളുടെ വിളക്ക്, അവരുടെ വിളക്ക് മാടം. മറ്റത് അങ്ങനെയല്ല എന്നർത്ഥം. ഒന്ന് കാറ്റടിച്ച് കെട്ടുപോയി, രണ്ടാമത്തേത് അസ്ലിയായിട്ട് തന്നെ കത്തുന്നില്ല, കാരണം എണ്ണ വലിക്കുന്നില്ല. അഹ്ലുസുന്നയുടെ ആകട്ടെ ഏറ്റവും പ്രകാശം നിറഞ്ഞ ശുദ്ധമായ എണ്ണയിൽ നിന്ന് ആ എണ്ണ തന്നെയും പ്രകാശിക്കുന്നതാണ്. ആ എണ്ണ സ്വീകരിച്ചുകൊണ്ട് നല്ല തിളക്കമുള്ള പ്രകാശം പൊഴിക്കുന്ന സ്ഫടികത്തിൻ്റെ ഉള്ളിൽ തെളിച്ചു വെച്ച വിളക്ക്. അള്ളാഹു ആ ഈമാനിൻ്റെ ഹക്കിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആറാമത്തെ ഉപമ, അൽ മസലു സാദിസ്. ഖൽബുൽ മുഅത്തിലി മുതഅല്ലിഖും ബിൽ അദം. സിഫത്ത് നിഷേധികളുടെ മനസ്സ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ശൂന്യമായ ഒന്നിനോടാണ്, ഇല്ലാത്ത ഒന്നിനോടാണ്. ഫഹുവ അഹ്ഖറുൽ ഹഖീർ, അതുകൊണ്ട് തന്നെ അയാൾ നിന്ദ്യരിൽ നിന്ദ്യരാണ്, നിസാരന്മാരിൽ നിസാരനാണ്. വഖൽബുൽ മുശബ്ബിഹി ആബിദുസ്സനം, എന്നാൽ തശ്ബീഹിൻ്റെ ആളുടെ ഹൃദയമാകട്ടെ, അയാളുടെ മനസ്സിലുള്ളത് വിഗ്രഹമാണ്. അയാൾ വിഗ്രഹ പൂജകനാണ്, വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്. അല്ലദീ ഖദ് നുഹിത ബിത്തസ്വീരി വത്തഖ്ദീർ, അയാൾ കോലപ്പെടുത്തുന്നതും ചിത്രീകരിക്കുന്നതും അനുസരിച്ച് കൊത്തി ഉണ്ടാക്കിയ ഒരു വിഗ്രഹം, അതാണ് അയാളുടെ മനസ്സിലുള്ള ഇലാഹ്. അതിനെ പൂജിക്കുന്നവനാണ് തശ്ബീഹിൻ്റെ അല്ലെങ്കിൽ തംസീലിൻ്റെ ആൾ. എന്നാൽ തഅതീലിൻ്റെ ആളാകട്ടെ വാസ്തവത്തിൽ പടച്ചവൻ തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്ന
അല്ലെങ്കിൽ ശുദ്ധ ശൂന്യതയെ പൂജിക്കുന്ന ശൂന്യതയുടെ വക്താവാണ്. വൽ മുവഹിദ്, അഹ്ലുസുന്നയുടെ തൗഹീദിൻ്റെ ആളുകളാകട്ടെ, ഖൽബുഹു മുതഅബ്ബിദുൻ, അവരുടെ ഹൃദയം കീഴ്പ്പെട്ടിരിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്. ലിമൻ ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമായ, യാതൊന്നും അവനെപ്പോലെ ഇല്ലാത്ത, എല്ലാറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ, ഏകനും അദ്വിതീയനുമായ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ്, അവനുമായിട്ട് വിധേയപ്പെട്ട് അവന് സർവസ്വവും സമർപ്പിച്ചുകൊണ്ടാണ് വിശ്വാസിയുടെ മനസ്സുള്ളത്. അപ്പോൾ മുമസ്സിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നു, തഅ്തീലിൻ്റെ ആളുകൾ ശൂന്യതയെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് രണ്ടും വൃത്തികേടാണ്, മ്ലേച്ഛമായതാണ്, മാലിന്യമാണ്. അതുകൊണ്ടാണ് വലിദാ നഖൂൽ കുല്ലു മുമസ്സിലിൻ ഫിൽ വാഖിഇ മുഅത്തിലിൻ, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. വാസ്തവത്തിൽ ഓരോ മുമസ്സിലുകാരനും അള്ളാഹുവിന് സൃഷ്ടികളെ പോലെ ഉപമിക്കുന്ന എല്ലാവരും വാസ്തവത്തിൽ തഅ്തീലിൻ്റെ ആളുകളാണ്, നിഷേധിയാണ്. വകുല്ലു മുഅത്തിലിൻ മുമസ്സിലുൻ അയ്ള, അതേപോലെ സിഫത്ത് നിഷേധിക്കുന്നവരും എന്താണ്? സൃഷ്ടികളെ പോലെ അള്ളാഹുവിനെ ഉപമിക്കുന്നവരാണ്. അങ്ങനെയാണ്, അല്ല എന്ന് പറയാൻ പറ്റൂല. എങ്ങനെയാണ് അവർ രണ്ടുപേരും ഒരേപോലെയാകുന്നത്? കൈഫ യകൂനുൽ മുമസ്സിലു മുഅത്തില, മുമസ്സിൽ എങ്ങനെയാണ് നിഷേധിയാകുന്നത്? അൽ ജവാബ് നഖൂൽ ഹുവ മുഅത്തിലുൻ മിൻ വുജൂഹിൻ സലാസ, 3 രൂപത്തിലാണ് അയാളുടെ നിഷേധം വരുന്നത്, തഅ്തീൽ വരുന്നത്. ഒന്ന്, അന്നഹു അത്തലല്ലാഹ മിൻ കമാലിഹിൽ വാജിബ്, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട അവൻ്റെ പൂർണ്ണതയെ, അനിവാര്യമായും അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട ആ കമാലിയത്തിനെ നിഷേധിക്കുകയാണ്. എങ്ങനെ? ഹൈസു ഷബ്ബഹു ബിൽ മഖ്ലൂഖ്, അയാൾ എന്ത് ചെയ്യാണ്? പടച്ചവന് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താണ്, തുല്യപ്പെടുത്തുകയാണ്. فإن تشبيه الكامل بالناقص يجعله ناقصا فتمثيله تعطيل لله عز وجل. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കലാണ്. ഏറ്റവും സമ്പൂർണനായ, സഗുണ സമ്പൂർണനായ, എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത സമ്മേളിക്കുന്ന അള്ളാഹുവിനെ അഥവാ സൃഷ്ടാവിനെ ന്യൂനതകളുള്ള സൃഷ്ടികളെ പോലെയാക്കുമ്പോൾ വാസ്തവത്തിൽ പൂർണ്ണതയുള്ളൊരു പടച്ചവനെ അയാൾ നിഷേധിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ തഅ്തീൽ അവിടെ വന്നു. രണ്ടാമത്തേത് അന്നഹു അത്വല നസ്സല്ലതി അസ്ബത ബിഹി സിഫ, അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹു സ്ഥിരീകരിച്ച് സിഫത്തുകൾ പറഞ്ഞ ആ നസ്സിനെ അയാൾ നിഷേധിക്കുകയാണ്, നിരാകരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ തഅ്തീൽ. ഫഇന്ന നസ്സല്ലതി അസ്ബത ബിഹി സിഫ ഖദ് അത്തലഹു, അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞ ആ സിഫത്തിനെ ഇവരെന്ത് ചെയ്തു? നിഷേധിച്ചു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന തംസീലിൻ്റെ നസ്സായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലല്ല അവർ ആ നസ്സിനെ സ്വീകരിച്ചത്. അന്ന നസ്സ ഇന്നമാ ദല്ല അലാ സിഫത്തിൻ തലീഖു ബില്ലാഹ്, അള്ളാഹുവിന് അനുയോജ്യമായ, അള്ളാഹുവിൻ്റെ ഔന്നത്യത്തോട് യോജിക്കുന്ന രീതിയിലാണ് അള്ളാഹു ആ സിഫത്തിനെ പറഞ്ഞത്. എന്നാൽ ഫൈദ അസ്ബത ബിഹി തംസീല അത്വലഹു അൻ മുറാദിഹി ബിലാ ശക്ക്, അതുകൊണ്ട് അവർ തംസീലിനെയാണ് സ്ഥിരീകരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന് ഇന്ന ഇന്ന സിഫത്തുകളുണ്ട്, അത് ഇന്ന ഇന്ന സൃഷ്ടികളുടേതുപോലെ എന്ന് പറഞ്ഞ തംസീലിനെ അവർ സ്ഥിരീകരിക്കുമ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല അവർ ആ നസ്സുകളെ സ്വീകരിച്ചതും ആ സിഫത്തുകളെ സ്ഥിരീകരിച്ചതും. വലം യുരിദില്ലാഹു അസ്സ വജല്ല ഹീനമാ വസഫ നഫ്സഹു ബിമാ വസഫ ബിഹി നഫ്സഹു അൻ യഫ്ഹമ ഇബാദുഹു അന്നഹു മുമാസിലുൻ ലിഖൽഖിഹി അബദ. അള്ളാഹ്ക്ക് ഇന്ന ഇന്ന സിഫത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരിക്കലും അത് തൻ്റെ സൃഷ്ടികളെ പോലെയുള്ള വിശേഷണങ്ങളായിട്ട് തൻ്റെ അടിമകൾ മനസ്സിലാക്കണമെന്നൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നമാ അറാദൽ മഅന വസ്സിഫ ലത്തി തലീഖു ബിഹി, മറിച്ച്
അതിൻ്റെ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിനും മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ ആണ് ആ സിഫത്തുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ലൈസ കമിസ്ലിഹി ഷൈ എന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. ഹൽ തഅലമു ലഹു സമീയ വലം യകുൽ ലഹു കുഫുവൻ അഹദ് തുടങ്ങിയ എത്രയോ ആയത്തുകളിലൂടെ ആ തംസീലിനെ അള്ളാഹു നിരാകരിച്ചിട്ടുണ്ട്. തഅ്തീലിൻ്റെ മൂന്നാമത്തെ രൂപം ഇവരിൽ സംഭവിക്കുന്നത് അന്നൽ മുമസ്സില അത്വല കുല്ല നസ്സിൻ യദുല്ലു അലാ നഫി തംസീൽ. സൃഷ്ടികളെ പോലെയല്ല, അള്ളാഹുവിൻ്റെ തംസീലിനെ, അള്ളാഹു സൃഷ്ടികളെ പോലെയാണ് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒട്ടേറെ നസ്സുകളുണ്ട്. അതിനെയും എന്ത് ചെയ്യാണ് തംസീലിൻ്റെ ആളുകൾ നിഷേധിച്ച് കളയാം. ഫഹുവ അത്വല ഖൗലഹു തആല ലൈസ കമിസ്ലിഹി ഷൈ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത് ഇന്ന മിസ്ലഹു ഷൈ എന്നാണ് തഅ്തീലിൻ്റെ ആൾ പറയുന്നത്. അതേപോലെ ഹൽ തഅലമു ലഹു സമീയ സൂറത്ത് മറിയമിൽ അള്ളാഹ് പറഞ്ഞത് ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ വമാ അശ്ബഹ ദാലിക് ഫസ്വാറൽ മുമസ്സിലു മുഅത്തിലൻ മിൻ വുജൂഹിൻ സലാസ. എന്നാൽ മുഅത്തിൽ വൽ മുഅത്തിലു മുശബ്ബിഹുൻ അയ്ളൻ എന്ന് പറഞ്ഞില്ലേ, അത് മിൻ വജ്ഹൈൻ, രണ്ട് രൂപത്തിലാണ്. സിഫത്ത് നിഷേധികൾ അവരും വാസ്തവത്തിൽ എന്താണ്, തശ്ബീഹ് നടത്തുന്ന ആളുകളാണ്, തംസീൽ നടത്തുന്ന ആളുകളാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അൽ വജ്ഹുൽ അവ്വൽ അന്നഹു ഇദാ നഫാ സിഫത്തൻ അനില്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഗുണത്തെ, വിശേഷണത്തെ അയാൾ നിഷേധിക്കാൻ, നിരാകരിക്കാൻ, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിശേഷണമുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫഇന്നഹു ശബ്ബഹഹു ബിമൻ ഖലാ മിൻ തിൽക സിഫ. ആ സിഫത്ത് ഇല്ലാത്ത ഒന്നിനോട് എന്ത് ചെയ്തു, അയാൾ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തി. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമീ ആണ്, ബസീറാണ്. പക്ഷേ തഅ്തീലിൻ്റെ ആളുകൾ പറയാണ് ലൈസ അല്ലാഹു ബിസമീഅ, അള്ളാഹു ലൈസ ബിസമീഅ. അതായത് അവർ പറയുന്നത് ലൈസ ലഹു സംഉൻ, അള്ളാഹുവിന് കേൾവിയില്ല, കേൾക്കുക എന്ന സിഫത്ത് അള്ളാഹ്ക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ കേൾക്കുക എന്ന സിഫത്തില്ലെങ്കിൽ പിന്നെ ആരായി? ശബ്ബഹഹു ബിൽ അസ്വമ്മ, ബദിരനായി, കേൾക്കാത്തവനായി. അപ്പോൾ അതെന്ത് ചെയ്യാൻ? അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് യോജിച്ചൊരു സിഫത്തല്ല, ന്യൂനതകളുള്ള സൃഷ്ടികളുടെ ഒരു നാഖിസായ സിഫത്താണ്. അവരതിലേക്ക് അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? തുല്യപ്പെടുത്തുന്നു. അതേപോലെ ഇവർ പറയാണ് ഇന്നല്ലാഹ ലാ യൻസിൽ വലാ യസ്തവി വലാ യഫ്അൽ. അള്ളാഹു ഇറങ്ങി വരുന്നു, അള്ളാഹുവിൻ്റെ നുസൂൽ, അതേപോലെ അള്ളാഹുവിൻ്റെ ഇസ്തിവാ, അള്ളാഹുവിൻ്റെ ഫിഅൽ, ഇതൊക്കെ ഇവർ നിഷേധിക്കുമ്പോൾ അള്ളാഹു ഇറങ്ങുന്നില്ല, അള്ളാഹു ഇസ്തിവാ നടത്തുന്നില്ല, അള്ളാഹു ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നിഷേധിക്കുകയാണ് സിഫത്തുകളെ, തഅ്തീലിൻ്റെ ആളുകൾ. അങ്ങനെ വരുമ്പോൾ ശബ്ബഹഹു ബിൽ അശൽ, അശക്തനായ, ഒരു തളർന്ന് കിടക്കുന്ന, ശേഷിയില്ലാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സൃഷ്ടിയുടെ വിശേഷണത്തോട് സാദൃശ്യപ്പെടുത്തണം. ലൈസ ലഹു ഫിഅൽ, യാതൊരു പ്രവർത്തിക്കാൻ കഴിയാത്ത, തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരാളെ പോലെ ഒരു നാഖിസായ സിഫത്തിലേക്ക് അള്ളാഹുവിനെ തശ്ബീഹ് ചെയ്യാൻ. അതേപോലെ തന്നെ അള്ളാഹുവിന് ഐനില്ല, അഥവാ അള്ളാഹ് കാണുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അന്ധനെ പോലെ അവർ സാദൃശ്യപ്പെടുത്തുകയാണ്. വൽഇയാദു ബില്ലാഹ്. ഇങ്ങനെ ഓരോന്നും ഫഹുവ ബിനഫീഹി മുശബ്ബിഹുൻ. അവരുടെ നിഷേധത്തിലൂടെ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നതിലൂടെ അള്ളാഹുവിനെ സൃഷ്ടികളുടെ നിലവാരത്തിലേക്ക് താഴ്ത്തി തുല്യപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നഹു ഇന്നമാ അത്വല ലിഇഅ്തിഖാദിഹി അന്ന ഹാദിഹിൽ അദില്ല തദുല്ലു അല തശ്ബീഹ്. ഖുർആനിൽ വന്നിട്ടും ഹദീസിൽ വന്നിട്ടും ഈ സിഫത്തുകൾ പറയുന്ന അദില്ലത്തുകളെ അവർ നിഷേധിക്കുന്നു. എങ്ങനെ? ഈ തെളിവുകളൊന്നും സിഫത്തിനെ സ്ഥിരീകരിക്കുന്നതല്ല
എന്ന വിശ്വാസത്താൽ എന്ന് പറയുന്നു അവർ. എന്താണ് കാരണം? ഇങ്ങനെ നമ്മൾ സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അള്ളാഹുവിന് വജുഹുണ്ട്, അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിന് നുസൂലുണ്ട്, ഇസ്തിവ ഉണ്ട്, സം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് തഷ്ബീഹാണ്, അതുകൊണ്ട് പാടില്ല എന്നാണ് അവർ പറയുന്നത്. യഖൂലു മസലൻ ഇസ്ബാത്തുൽ യദി മഅനാഹ അൽ മസീൽ. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെയുള്ള ഒരാളെ നമ്മൾ സ്ഥിരീകരിക്കലാണ്, അല്ലെങ്കിൽ സൃഷ്ടികളെ പോലെ അള്ളാഹുവിനെ സങ്കല്പിക്കലാണ്. ഇസ്ബാത്തുൽ ഐൻ അങ്ങനെ തന്നെ. അതുകൊണ്ട് ഫമിൻ അജ്ലി ദാലിക യുൻകിറു ഹാദിഹി സിഫ, അവർ പറയുന്നത് അതുകൊണ്ടാണ് ഈ വിശേഷണങ്ങളെ അവർ നിഷേധിക്കുന്നത്, നിരാകരിക്കുന്നതെന്നാണ്, തംസീൽ വരാതിരിക്കാൻ. പക്ഷെ വാസ്തവത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ നിഷേധിക്കേണ്ടി വന്നത്? മസ്സലു അവ്വലൻ, ആദ്യം തന്നെ അവർ സൃഷ്ടികളെ പോലെ എന്ന് അള്ളാഹുവിനെ സങ്കല്പിച്ചു. അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സൃഷ്ടികളെ പോലെ തംസീൽ ചെയ്യലാണ് എന്ന് ആദ്യം അവർ ഖിയാസാക്കി, തെറ്റിദ്ധരിച്ചു, മനസ്സിലാക്കി. അതുകൊണ്ട് വഅത്തലു ആഖിറ, അവർക്കതിനെ നിഷേധിക്കേണ്ടി വന്നു. അപ്പം തംസീൽ വരുത്താതെ അള്ളാഹു പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഅ് വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അപ്പം തംസീൽ നിരാകരിച്ചു. എന്നിട്ടോ അള്ളാഹു സമീഉം ബസീറുമാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ സമഉം ബസറും എന്തല്ല? സൃഷ്ടികളെ പോലെയല്ല. പക്ഷെ ഇവരാദ്യം തന്നെ ഈ സിഫത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ തംസീലാകും എന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ നിന്ന് അവരെന്ത് ചെയ്തു? ആ സിഫത്തിനെ നിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടു കൂട്ടരും തിന്മയുടെ വക്താക്കളാണ്, മ്ലേച്ഛതകൾ പേറിയ ആളുകളാണ്. വ അന്ന കുല്ല വാഹിദിൻ മിൻഹുമാ അഖദ മിനൽ ബാത്തിലി ബിനസീബ്, രണ്ടു കൂട്ടരും ബാത്തിലിൻ്റെ വിഹിതം ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അവർ പേറിയിട്ടുണ്ട്. അള്ളാഹു ബാത്തിലിൻ്റെ ആളുകളിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.